7 വയസ്സുള്ള ഞാൻ ആദ്യമായിട്ട് ചാലഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ പാട്ട് പറഞ്ഞു ഞാൻ വായിക്കാം എന്നാ. 7 വയസ്സ് മുതൽക്ക് അതിനെയാണ് മൈക്രോടോൺസ് എന്ന് പറയുന്നത്. ഈ മൈക്രോടോൺസിനെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും അടുത്ത് കിടക്കുന്ന ഫ്രീക്വൻസീസ് നമ്മൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. ഈ ഫ്രീക്വൻസിയാണ് ആക്ച്വലി മ്യൂസിക്കിലൂടെ നമ്മളിൽ ഇമോഷൻ ഉണ്ടാക്കുന്നത്. സോ കുറച്ച് ദൂരെ കിടക്കുന്ന ഫ്രീക്വൻസീസ് കേൾക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആവുകയും അടുത്തടുത്ത് കിടക്കുന്ന ഫ്രീക്വൻസീസ് കിടക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവുകയും ചെയ്യുന്ന മനോവിചാരങ്ങളാണ്. ഇപ്പം പുന്നാക മലയാളി കേൾക്കുമ്പോഴും നമുക്ക് ഒരു സാധനം അതന്നെയാണല്ലോ മറ്റേ പാമ്പാട്ടിയും വായിക്കുന്നത്. സെയിം സാധനമാണ് ഞാൻ പറഞ്ഞപ്പോ. ഈ നൊട്ടേഷനിലോട്ട് എങ്ങനെയാ വന്നത്? നൊട്ടേഷൻ എന്നുള്ള ഒരു സംഭവത്തിലോട്ട് അതൊരു കോമഡിയാണ്. ആക്ച്വലി ഈ 3 വയസ്സാകുമ്പോഴേക്കും ഞാൻ നൊട്ടേറ്റ് ചെയ്തിരുന്നു. അതെങ്ങനെയാന്ന് എനിക്ക് ഇന്നും അറിയില്ല. അത് എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇപ്പൊ നൊട്ടേറ്റ് ചെയ്യണം എങ്ങനെയാന്ന് എനിക്കറിയാം. അന്ന് നൊട്ടേറ്റ് ചെയ്യണം എങ്ങനെയാന്ന് എനിക്കറിയില്ല. അന്ന് മുത്തച്ഛൻ ഞാൻ ഈ 1.5 വയസ്സോട്ട് പാടുന്ന എല്ലാ സാധനവും ഈ കൊച്ചു കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. അന്ന് അതൊക്കെ അവൈലബിൾ ആയിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല, ചെറുതൊക്കെ ഉണ്ട്. അപ്പൊ അതില് ഈ 3 വയസ്സൊക്കെ ആവുന്ന സമയത്തെ 3 to 4 ആ ഒരു ടൈമില് ഈ ചെറിയ ചെറിയ ജിംഗിൾസ് ഒക്കെ വരില്ല അന്ന് ദൂരദർശനം, അതൊക്കെ ഞാൻ നൊട്ടേറ്റ് ചെയ്യുമായിരുന്നു. ഓ, അന്ന് മുതൽക്കേ? ഭയങ്കര ടഫ് സാധനം. പിന്നെ മറ്റേ ഇങ്ങനെ സാധനം. ഇത് ഞാൻ എന്ന് പാടുന്നത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാന്ന് അറിയില്ല. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ ഒരു കുഞ്ഞ് ടോയ് കീബോർഡ് എൻ്റെ നെയ്ബർ ഗിഫ്റ്റ് ചെയ്തായിരുന്നു. ഞാൻ ആളെ ഡാഡിയെന്നാ വിളിക്കാം. ഇതിനകത്ത് ഞാൻ മറ്റേ ഈ പാട്ടുകളില്ലേ, മറ്റേ ടൈറ്റാനിക് മ്യൂസിക്കാണ് ഞാൻ ആദ്യം വായിച്ചത്. ഇത് എങ്ങനെ ഇത് ട്യൂൺ എവിടെയാണ് സ്വരം കിട്ടി അറിയില്ല. കോടമഞ്ഞിൻ അതാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി വായിക്കുന്നത്. 7 വയസ്സുള്ള ഞാൻ ആദ്യമായിട്ട് ചാലഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ പാട്ട് പറഞ്ഞു ഞാൻ വായിക്കാം എന്നാ. 7 വയസ്സ് മുതൽക്ക്? പക്ഷെ എനിക്ക് കീബോർഡ് വായിക്കാൻ അറിയില്ല, പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഫിംഗേഴ്സ് യൂസ് ചെയ്യാൻ അറിയില്ല. ഒരു ഫിംഗറേ ഉള്ളൂ. ഇത് വെച്ച കുത്തലാണ് പരിപാടി. പക്ഷെ കറക്റ്റ് നോട്ട്സ് കുത്തും. അപ്പൊ എങ്ങനെയാണ് എനിക്ക് നൊട്ടേഷൻ എൻ്റെ ഉള്ളിലുള്ളതെന്ന് എനിക്ക് അറിയില്ല. അത് ഞാൻ ഡെവലപ്പ് ചെയ്തിരുന്നു കേട്ടോ. കാരണം പഠിപ്പിക്കാൻ, അറ്റ്ലീസ്റ്റ് ഈ ഫിലിം സോങ്സ്, ഇന്ത്യൻ ഫിലിം സോങ്സ് പഠിപ്പിക്കാൻ നൊട്ടേറ്റിംഗ് പവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു കുട്ടിക്ക് പല രീതിയിൽ നമുക്കൊരു ലൈൻ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഒരു സംഗതി മനസ്സിലാവുന്നില്ലെങ്കിൽ ആ സംഗതി കട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അത് ജോയിൻ ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ ആ സംഗതിയെ വലിച്ചു നീട്ടാം. അതായത് ഒരു 50% സ്പീഡ് കുറച്ചിട്ട് അതിന്റെ പതുക്കെ എങ്ങനെയാണ് അതിന്റെ മൂവ്മെന്റ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പീഡ് കൂട്ടാം. ഇതിനേക്കാളും എഫക്റ്റീവാണ് അതിന്റെ സ്വരസ്ഥാനം പറഞ്ഞു കൊടുക്കുക. ഇതാണ് അതിന്റെ മൂവ്മെന്റ് മോനെ, അല്ലെങ്കിൽ ഇതാണ് മോനെ. ഈസി ആയിട്ട് കിട്ടും. അവരുടെ ഉള്ളിൽ നൊട്ടേഷൻ വേണമെന്ന് മാത്രം. അത് നമ്മൾ ആദ്യം പഠിപ്പിക്കും. ഇതാണ് ഏറ്റവും ടെക്നിക്കൽ പെർഫെക്ഷൻ വരാൻ നൊട്ടേഷൻ ആണ് ഏറ്റവും നല്ലത്. ഈ ടെക്നിക്കൽ പെർഫെക്ഷൻ വന്നതിന് ശേഷം മാത്രമാണ് ആ പാട്ടിന് ജീവൻ വെക്കുന്നത്. അതായത് ഈ മോഡുലേഷൻ കൊടുക്കുക, ഭാവം കൊടുക്കുക, എല്ലാം അതിന്റെ അടുത്ത സ്റ്റേജാണ്. ആദ്യം എല്ലാവരും നോക്കുന്നുണ്ട്. ഇപ്പോഴും റിയാലിറ്റി ഷോയിൽ ആദ്യം എന്താ നോക്കുന്നത്? ആ സംഗതി പെർഫെക്റ്റ് ആയിട്ട് വീണോ എന്നാ നോക്കുന്നത്. അപ്പൊ അതിനാണ് നൊട്ടേഷൻ. അപ്പൊ ഈ എനിക്കിങ്ങനെ ഒരു നൊട്ടേഷൻ പവർ ഉള്ളപ്പോ ഞാനതിങ്ങനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാനതൊരു സംഭവമായിട്ട് വിചാരിച്ചിട്ടില്ല. കാരണം എനിക്കിത് ജന്മനുണ്ടെങ്കിൽ എല്ലാവരുടെയും ഉണ്ട് എന്നായിരുന്നു എൻ്റെ ഒരു ഐഡിയ. കുറച്ച് വലുതാകുമ്പോഴാണ് പലർക്കും ഇത് അറിയില്ല. നൊട്ടേഷൻ മാത്രമല്ല, ഇപ്പൊ താളമായിക്കോട്ടെ, പല സാധനങ്ങളും പലർക്കും ഇത് അറിയില്ല എന്നൊരു അവബോധം വന്നത്. ഞാൻ ഫസ്റ്റ് ഇടുന്ന ആക്ച്വലി നൊട്ടേഷൻ വീഡിയോ അല്ല. എന്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോവിഡിൽ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഇതില് എനിക്ക് ഫോളോവേഴ്സും ഇല്ല, ഞാൻ ശ്രദ്ധിക്കാറുമില്ല. ഞാനിവിടെ കഴിഞ്ഞ മെയ്യില് മസ്കറ്റിലൊരു ഷോയ്ക്ക് പോയി. 5 ദിവസം മുന്നേ പോകേണ്ടി വന്നു. അവിടെയാണെങ്കിൽ എനിക്ക് ഒരു പണിയുമില്ല, പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. 30 മുകളിൽ ഡിഗ്രി ചൂട്, 50 ഡിഗ്രിയുടെ മുകളിൽ ചൂട്, പുകഞ്ഞു പോകും. അപ്പൊ വീട്ടിനകത്ത് ഇരുന്നിട്ടേ എനിക്ക് ക്ലാസ് എടുക്കാണ്ടിരുന്ന ഭയങ്കര ഒരു ബുദ്ധിമുട്ടാ. കൈയും കാലൊക്കെ വിറയ്ക്കും. ഞാൻ വെക്കേഷന് പോയാൽ അവിടെ ഇരുന്നും ക്ലാസ് എടുക്കുന്ന ആളാ, ഭ്രാന്താ എനിക്ക്. അപ്പോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് തലേണ കൂട്ടി വെച്ചിട്ട് അതിന്റെ മുമ്പിൽ ഒരു ഫോൺ വെച്ചു. അപ്പൊ അതിന് തൊട്ട് മുന്നേ ഞാൻ സ്റ്റാർ സിംഗർ സീസൺ 10 മെന്ററായിരുന്നു. അവിടെ നിന്ന് ഞാൻ ക്വിറ്റ് ചെയ്ത് ഇറങ്ങി വരിക ചെയ്തു. അപ്പൊ അതിന് മുന്നേ ആയിട്ട് അവര് ഇടയ്ക്കിടയ്ക്ക് പ്രൊമോഷൻ വീഡിയോ എടുക്കും. അപ്പൊ അതിലൊരെണ്ണമായിരുന്നു ശ്രീരാഗമോ, ശരത്സാറിന്റെ ശ്രീരാഗമോന്റെ ആ ഗാനത്തിന്റെ എല്ലാരും കൂട്ടി ഒന്ന് പാടുന്നു. 10 പേരുണ്ട്. ഇവര് പാടിയപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചേ, ഇവർക്ക് ആർക്കും അതിന്റെ കറക്റ്റ് താളം അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ അല്ല ഇതിവിടെ ഇങ്ങനെയാണ് അപ്പൊ അവരെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ
താളം അടിച്ചു കൊടുക്കുമ്പോൾ അതിലും അവർക്ക് പാടാൻ കിട്ടുന്നില്ല. അപ്പോഴാണ് ഞാൻ അങ്ങനെ ചോദിച്ചു, കാഷ്വലി ചോദിച്ചു, ഓ ഇത് ഇത്ര ഡിഫിക്കൽട്ട് ആയിരുന്നോ ഇതിന്റെ താളം. എന്നിട്ട് ആ വീഡിയോ എപ്പോഴും ഇൻസ്റ്റയിലുണ്ട്. ഞാൻ ഇങ്ങനെ അടിച്ചിട്ട് കാണിക്കുമ്പോഴാണ് അവരെല്ലാരും പാടുന്നത്. അപ്പൊ ഞാൻ അന്ന് വെറുതെ പറഞ്ഞു, ഇത് ഞാൻ എന്തായാലും ഇൻസ്റ്റയിലിടും, ആർക്കെങ്കിലും ഗുണമാകും. അത് പക്ഷെ അന്നാണ് നടന്നത്. ഞാൻ അന്നാ തലേനെ കൂട്ടിയിട്ടിട്ട് ഇതേപോലെ നാനിതാപ്പന്റെ താളം അടിച്ച് ഞാൻ പുറത്തു പോയി. ഡിന്നർ കഴിച്ച് വന്നപ്പോ 100K. 100K എന്നൊരു സാധനം എന്റെ ജീവിതത്തിൽ 1000, 1500 ഞാൻ സഭാഷ് എന്ന് നിൽക്കുന്ന ആളാ. അപ്പൊ അത് ഭയങ്കര ഒരു സംഭവമായി. അപ്പൊ ഞാൻ 1-2 ഡീകോഡിങ് വീഡിയോ കൊടുത്തു, ആൾക്കാർക്ക് യൂസ്ഫുൾ ആവും തോന്നി 1-2 ഡീകോഡിങ് വീഡിയോ ഇട്ടിട്ട് തോന്നും അതും ഇതുപോലെ ഇങ്ങനെ കേറുന്നു 100K 200K. അപ്പൊ ഞാൻ ഇത് എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എന്നെ ഇൻസ്റ്റഗ്രാമിൽ കാത്തിരിക്കുന്നത് ഇങ്ങനെ റിക്വസ്റ്റ്, അത് ചെയ്യും ഇത് ചെയ്യും അത് ചെയ്യും, എനിക്ക് ഞങ്ങളെ മറക്കരുത്, ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു, പാടാൻ പറ്റാണ്ടിരിക്കുകയായിരുന്നു, ചെയ്യ്. അങ്ങനെ റിക്വസ്റ്റ് നോക്കി ആദ്യം ഞാൻ ആ റിക്വസ്റ്റ് ആൾക്കാരെ മെൻഷൻ ചെയ്തിട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ മെൻഷൻ ചെയ്യുന്നില്ല, പകരം എനിക്ക് ഇങ്ങനെ റിക്വസ്റ്റ് വന്നു എന്നിട്ടുണ്ട്. ഇട്ട് തുടങ്ങിയപ്പോ ഇപ്പൊ 13,000 റിക്വസ്റ്റ് പെൻഡിങ് ആണ് കിടക്കുവാണ്. അത് എന്നിൽ ഉത്തരവാദിത്വമാണ് കൂട്ടിയത്. അപ്പൊ ഞാനിതൊരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്നതല്ല. എൻ്റെ അടുത്ത് ആളുകൾ ചോദിക്കുന്നു, എനിക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കുന്നു. ഈവൻ ഈ സാധനം ഉണ്ടല്ലോ, ഡീകോഡിങ് വീഡിയോ അല്ലാതെ പലരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കും ഇൻസ്റ്റയില്, അങ്ങനെ ഹെൽപ്പ് ചെയ്യോ, ഇങ്ങനെ ഹെൽപ്പ് ചെയ്യോ, അതിൽ ചെയ്യോ. ഞാൻ അവർക്ക് പേഴ്സണൽ ആയിട്ട് തന്നെ മെസ്സേജ് അയച്ച് അത് ഡീകോഡ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ താളം ചെയ്ത് കൊടുക്കും, എല്ലാം ചെയ്ത് കൊടുക്കും. മ്യൂസിക്കിൽ നമുക്ക് പറ്റുന്ന എല്ലാ രീതിയിലും ഞാൻ ഹെൽപ്പ് ചെയ്യും. ഇതും ആക്ച്വലി ആ ഒരു ഹെൽപ്പിംഗ് വീഡിയോന്റെ ഭാഗമാണ്. കാരണം ഈ വീഡിയോസ് ഇടുമ്പോണ്ടല്ലോ ഒരുപാട് പേരെന്നോട് പറയുന്നുണ്ട്, ഈ വീഡിയോ ആളുകളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ വാട്ട്സ് ഇൻ മൈ ബാഗ് ഇങ്ങനൊരു വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ എന്റെ മേക്കപ്പ് എങ്ങനെയാ, അല്ലെങ്കിൽ എന്റെ ഡ്രസ്സിങ് എങ്ങനെയാ, ചെറിയൊരു ഡ്രസ്സ് ഇടുക, പിന്നെ ഇട്ടിട്ടിട്ട് കയറി വരിക, പിന്നെ ഞാൻ രാവിലെ കഴിച്ചത്, ഉച്ചയ്ക്ക് കഴിച്ചത്, രാത്രി കഴിച്ചത്, ഒരു ഇൻഫ്ലുവൻസർ സ്റ്റൈല്, ഞാൻ എവിടെയൊക്കെ പോകുന്നു, ഞാൻ ഭക്ഷണം കഴിച്ചോ, ഉറങ്ങിയോ, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ കാണുമല്ലോ. അങ്ങനെ ഒരുപാട് ഫോളോവേഴ്സ് വരും. ഫോളോവേഴ്സ് വന്നതിന് ശേഷം നിങ്ങൾ മ്യൂസിക് വീഡിയോ ഇടുക. അപ്പൊ നിങ്ങളൊരു മ്യൂസിഷ്യൻ ആണെന്ന് ആൾക്കാർ അറിയുമല്ലോ. നിങ്ങൾ ഐഡിയ കൊള്ളാം, എനിക്ക് ആ കഴിവില്ല, എനിക്കുള്ള കഴിവല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്കുള്ളത് ഇതാണ്, അത് ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഈ മറ്റേ റെക്കോർഡിങ്ങിൽ തന്നെ ചാലഞ്ചിങ് ആയിട്ടുള്ള സോങ്സ് കിട്ടാറുണ്ടോ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സോങ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ചാലഞ്ചിങ് എന്നുള്ള ലെവലിൽ തോന്നിയിട്ടില്ല. കാരണം എല്ലാം ഒന്നാണ്, സ്വരസ്ഥാനങ്ങൾ എല്ലാവിടെയും ഒന്നാണ്. അത് ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും എല്ലാം ഒന്നാണ്. പക്ഷെ ചാലഞ്ചിങ് ഇൻ ദ സെൻസ് നാക്കിൽ വരാൻ കാറ്റും വരുന്ന അതൊരു പാടാ. പക്ഷെ അതല്ലാതെ ഒരു ഫാസ്റ്റ് സംഗതി കിട്ടിയാലും എന്റെ മൈൻഡിൽ ഞാൻ അത് കേൾക്കുന്നത് നോട്ട്സ് ആയിട്ടാണ്. ചിലപ്പോൾ ഞാനത് എന്നെ തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടായിരിക്കാം. അത് തന്നെ എനിക്കതൊരു ചാലഞ്ചിങ് സാധനമായിട്ട് തോന്നിയിട്ടില്ല. ഏത് പാട്ട് നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ പാടാം എന്നേ ഞാൻ പറയാറുള്ളൂ. പക്ഷെ ഇതാണ് വായിൽ കുക്കു വരാൻ. ഏത് പാട്ട് കേൾക്കുമ്പോഴും അതിന്റെ ഫസ്റ്റ് മനസ്സിൽ വരുന്നത് അതിന്റെ നൊട്ടേഷൻസ് ആണല്ലേ. അതെന്താന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ചാലഞ്ചിങ് ഇതൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ സ്റ്റേജില് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പാട്ട് പ്ലേ ചെയ്തോളൂ ഞാൻ പാടാം. പാട്ട് പറഞ്ഞോ പാടാന്ന് പറഞ്ഞാൽ പെട്ടു. അങ്ങനെ ആ പാട്ട് ഞാൻ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ പാട്ട് പ്ലേ ചെയ്യും, ഞാൻ പാടാം. ഒരു 2 വട്ടം പ്ലേ ചെയ്താ ഞാൻ അതിന്റെ നോട്ട്സ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അത് എനിക്ക് ഞാൻ അത് എന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടായിരിക്കും. ഇപ്പൊ ഒരു പാട്ട് പാടുന്ന ആൾക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണോ? അല്ലാത്തവരും പാടുന്നുണ്ടല്ലോ. പക്ഷെ നൊട്ടേഷൻ പഠിക്കണത് കുറച്ചും കൂടെ അവരിൽ എന്താണ് കൂടുതൽ അവർക്ക് ബെനിഫിറ്റ് വരുന്നത് ഈ നൊട്ടേഷനോടുകൂടി പഠിക്കുമ്പോൾ? ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഇപ്പം മ്യൂസിക് എന്ന് പറഞ്ഞത് ഒരു ആർട്ടാണ്. ആർട്ടിനെ നമ്മൾ ടെക്നിക്കലി ഒന്ന് നോക്കുമ്പോൾ മാത്രമാണ് ഈ നൊട്ടേഷൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒരു സംഗീതജ്ഞൻ അവന്റെ ഉള്ളിൽ നിന്ന് പാടുമ്പോൾ അവിടെ മ്യൂസിക് മാത്രമേ ഉള്ളൂ. മ്യൂസിക് എന്ന് പറയുന്നത് ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ആ ലിറിക്സിന്റെ ബ്യൂട്ടി എന്താണ്, അത് കേൾക്കുന്ന ആളിലേക്ക് എത്തിക്കുക, അതാണ് മ്യൂസിഷ്യന്റെ ധർമ്മം. അതിനപ്പുറത്ത് ഒന്നുമില്ല. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ടെക്നിക്കൽ പെർഫെക്ഷൻ, അവിടെ ഈ ഓരോ സംഗതിയും പോകുന്നത് ഏത് റൂട്ടിലൂടെയാണ്. എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ മ്യൂസിക്. സൗത്ത് ഇന്ത്യൻ മ്യൂസിക് കർണാട്ടിക് ബേസ്ഡ് ആയിരിക്കും കൂടുതലായിട്ടുള്ള. അതിനുണ്ടാവുന്നതിനും കൂടുതൽ കർണാട്ടിക് ബേസ്ഡ്. കർണാട്ടിക്കിൽ പലതരം ഗമകങ്ങളുണ്ട്. ഗമകം എന്ന് പറഞ്ഞാൽ ഒരു നോട്ട് ടു അനദർ നോട്ടുള്ള കണക്ഷൻ ആണ്. അതിനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കർണാട്ടിക്. അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വേറൊരു മ്യൂസിക്കും ഇല്ല ലോകത്ത്. അതുകൊണ്ട് ആ മൂവ്മെന്റ് മനസ്സിലാക്കണമെങ്കിൽ ആ റൂട്ട് അറിയണം, ആ സ്വരം പോകുന്ന റൂട്ട് അറിയണം, ആ രാഗമുണ്ടെങ്കിൽ ആ രാഗത്തിന്റെ ഭാവം അറിയണം, ആ രാഗത്തിൽ ബേസ്ഡ് ആയിട്ടുള്ള സോങ്ങിൽ കറക്റ്റ് ഈ ഗമകം കൊണ്ടുവരാൻ പറ്റണം. എങ്കിൽ മാത്രമേ ഒരു സിംഗറിന്
ആ ഒരു ഉദ്ദേശം പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. മറ്റേത് ഫീൽ കൊടുക്കാം, ഓഫ് കോഴ്സ് ആ ഫീൽ കൊടുക്കാം, പക്ഷെ ആ കറക്റ്റ് പെർഫെക്ഷൻ കൊണ്ടുവരണമെങ്കിൽ ഇത് വേണം. പിന്നെ ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു പാട്ട് പറഞ്ഞു കൊടുക്കണം, ആ മ്യൂസിക് ഡയറക്ടർ എന്ത് റൂട്ടാണ് ഉദ്ദേശിച്ചത് എന്ന് ഈ നൊട്ടേഷനിലൂടെ അല്ലാണ്ട് എങ്ങനെ മനസ്സിലാവുക? അതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ എന്ത് പഠിക്കുമ്പോഴും, ഇപ്പം നമ്മുടെ ഇവിടുത്തെ ടീച്ചിങ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കുറേ കുട്ടികളിരിക്കും, ടീച്ചർ സ്വരം പാടും, അത് കേൾക്കും, കുട്ടികളായിട്ട് പാടും. അവിടെ നിന്ന് സംഭവിക്കുന്നത് ട്യൂൺ കേട്ട് പഠിക്കാനാണ് ആ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഒരു അർത്ഥമില്ല. അത് തന്നെയാണ് ഒരു കയറി കയറി വരുന്നത്. സോ അത് ശരിക്കും അങ്ങനെ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടോ? ഇല്ല. നിങ്ങൾ ട്യൂൺ റെപ്ലിക്കേറ്റ് ചെയ്യാൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഈ മെത്തേഡിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇംപ്രവൈസേഷൻ വേണമെന്ന് തോന്നുന്നു. ഒരു പാട്ടിൽ ഒരാൾ ഓൾറെഡി ചെയ്തു വെച്ചൊരു സാധനത്തിൽ ഇപ്പോൾ ഹരീഷ് ശിവരാമകൃഷ്ണൻ അങ്ങനെ ഇംപ്രവൈസ് ചെയ്യുന്ന ഒരാളാണ്. ഇംപ്രവൈസ് ചെയ്യണമെങ്കിൽ ആ രാഗം അറിയണം, ആ റൂട്ട് എന്താണെന്ന് അറിയണം, ആ ഓൾറെഡി പോയ സ്വരങ്ങൾ ഏതാണെന്ന് അറിയണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇനി ഫ്യൂച്ചർ കിടക്കുന്നത്, മ്യൂസിക്കിന്റെ ഫ്യൂച്ചർ കിടക്കുന്നത്, അത് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. ഞാൻ ഒരിക്കലും റാപ്പിൽ പറയുന്നില്ല, റാപ്പേഴ്സിന് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ട്യൂൺ വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു രാഗ ബേസ്ഡ് സോങ് ആവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നൊട്ടേഷൻ തന്നെ വേണം. നൊട്ടേഷനും ആ രാഗവും രാഗഭാവവും എല്ലാം വേണം, അല്ലാതെ ഒരിക്കലും അത് ഡിഫൈൻ ആവില്ല. ഇപ്പൊ രാഗത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഓരോ രാഗത്തിന് ഓരോ മൂഡാണല്ലോ. ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു രാഗം പറഞ്ഞ ഏതായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും റിപ്പീറ്റഡ്ലി കേൾക്കാൻ ആഗ്രഹിക്കുന്ന രാഗം? എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഓരോ മൂഡിനും ഓരോ രാഗമാണ്. ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു റിസോർട്ടിലായിരുന്നു എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അവരവിടെ സരസ്വതി രാഗമായിരുന്നു പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ കുറേ നേരം കേട്ടിരുന്നു, എനിക്ക് ഭയങ്കര കണക്റ്റായി. ഹംസധ്വനി പ്ലേ ചെയ്തു, എനിക്ക് കണക്റ്റായി. എനിക്കങ്ങനെ കണക്റ്റ് ആവാത്ത രാഗങ്ങളൊന്നുമില്ല. ചില സെമി നോട്ട്സ് ഉള്ള രാഗങ്ങളുണ്ട്. ആ സെമി നോട്ട്സ് ഉള്ള രാഗങ്ങൾ എനിക്ക് വിഷമം വരുമ്പോൾ കേൾക്കാൻ എനിക്ക് ഇഷ്ടമുള്ളൂ. കാരണം ഹാപ്പിനെസ് ഉള്ള സമയത്ത് സെമി നോട്ട്സ് ചേരില്ല. ഞാനിപ്പോൾ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിലും ഞാൻ ഓരോ നോട്ട്സിൻ്റെയും ഫ്രീക്വൻസിയാണ് അനലൈസ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു നോട്ട് ടു ഒരു അനദർ സെമി നോട്ട്, ഈ സെമി നോട്ടിൻ്റെ ഇടയിൽ 5 ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഉണ്ട്. അതിനെയാണ് മൈക്രോടോൺസ് എന്ന് പറയുന്നത്. ഈ മൈക്രോടോൺസിനെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും അടുത്ത് കിടക്കുന്ന ഫ്രീക്വൻസീസ് നമ്മൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. ഈ ഫ്രീക്വൻസിയാണ് ആക്ച്വലി മ്യൂസിക്കിലൂടെ നമ്മളിൽ ഇമോഷൻ ഉണ്ടാക്കുന്നത്. സോ കുറച്ച് ദൂരെ കിടക്കുന്ന ഫ്രീക്വൻസീസ് കേൾക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആവുകയും അടുത്തടുത്ത് കിടക്കുന്ന ഫ്രീക്വൻസീസ് കിടക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവുകയും ചെയ്യുന്നുണ്ട്. ഈ അടുത്തടുത്ത ഫ്രീക്വൻസീസ് ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് സൈറൻ ഉണ്ടാവുന്നത്. നമ്മൾ ആക്ച്വലി ഡിസ്റ്റർബ്ഡ് ആവുകയല്ലേ ചെയ്യുന്നത്. എപ്പോഴെങ്കിലും സൈറൻ കേട്ട് നമ്മൾ ഹാപ്പി ആവില്ല, നമ്മൾ അലേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ നല്ല സമയത്തിരിക്കുമ്പോൾ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന രാഗങ്ങളെല്ലാം ഇതുപോലെ ഹാപ്പി മൂഡുള്ള രാഗങ്ങളാണ്. അതിപ്പം സിമ്പിൾ രാഗങ്ങളാണ്. ഇപ്പോൾ മോഹനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹിന്ദോളം ആയിക്കോട്ടെ, വസന്ത ആയിക്കോട്ടെ, എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്. കാമ്പോജി ആയിക്കോട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മധ്യമാവധി എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. മധ്യമാവധി എനിക്ക് മിക്സഡ് ഇമോഷൻസ് വരുന്ന രാഗമാണ്. പക്ഷെ സങ്കടം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ശിവബന്ധു വരാളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വരാളി ആയിക്കോട്ടെ, ആഹരിയൊക്കെ കേൾക്കും. ആഹരി നിങ്ങൾക്ക് വട്ടാണോ ചോദിക്കുമ്പോൾ എനിക്കിഷ്ടമാണ്. ബട്ട് ഐ പ്രിഫർ മധ്യമാവധി അല്ലെങ്കിൽ ഹാപ്പി സാധനങ്ങൾ. നമ്മളെന്താണ് സാഡാവും? അതെ, മ്യൂസിക് ശരിക്കും പറഞ്ഞ ഒരു സയൻസ് പോലെയാണ് കാണുന്നതല്ലേ. ആക്ച്വലി ഈ ഒരു ഫ്രീക്വൻസി വെച്ചാണ് മ്യൂസിക് തെറാപ്പി കുറെ വർഷങ്ങളായിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് പ്രൂവൺ അല്ല. ഇപ്പൊ ചില ഫ്രീക്വൻസി കേൾക്കുമ്പോൾ മൃഗങ്ങൾ അസ്വസ്ഥരാകുന്നു എന്ന് പറയുന്ന പോലെ ചില ഫ്രീക്വൻസി കേൾക്കുമ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഡിമെൻഷ്യ വന്ന ആൾക്കാർക്കോ പ്രകടമായ മാറ്റങ്ങൾ അവരുടെ ബ്രെയിൻ മെസ്സേജസിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും പ്രൂവൺ അല്ല. നമുക്ക് ആകെ ചെയ്യാവുന്നത് ഇതുപോലത്തെ സൂത്തിങ് രാഗാസ് ഇങ്ങനെ പാടി. പക്ഷെ അത് ഹീലിംഗ് ചെയ്യുന്നുണ്ടോന്നും കേൾക്കുന്നുണ്ടല്ലോ. അതാണ് ഇതൊന്നും പ്രൂവൺ അല്ല. ഇപ്പം ഹീൽ ചെയ്യാൻ പറ്റിയ രാഗങ്ങൾ അല്ലെങ്കിൽ എനർജി കൂട്ടാൻ പറ്റിയ രാഗങ്ങൾ എന്നുള്ള രീതിയിൽ പല രീതിയിൽ ഡിഫൈൻഡ് ആയിട്ട് വെച്ചിട്ടുള്ള രാഗങ്ങളുണ്ട്. പക്ഷെ അതിന്റെ പല പേരുകളുണ്ട്. ഇപ്പൊ ആഹരി പാടിയാൽ അന്നം കിട്ടില്ല എന്ന് പറയുന്നത് ഭക്ഷണം കിട്ടില്ല എന്നല്ല. അല്ലെങ്കിൽ ഈ ടാൻസൺ ദീപം തെളിയിച്ചു എന്നോ, അല്ലെങ്കിൽ മഴ പെയ്ക്കുന്ന പോലെ ഇന്ന് മഴ പെയ്യുന്നല്ല. അല്ലെങ്കിൽ പുന്നാകവരാളി വഴിയെ പാമ്പ് വരും, എവിടെ ഇരിക്കുന്നു പാമ്പ് ഒന്നുമില്ല. ഇതിന്റെ മെയിൻ ഇത് ആ ഫ്രീക്വൻസി വെച്ചിട്ടുള്ള മനോവിചാരങ്ങളെയാണ്. ഇപ്പം പുന്നാകവരാളി കേൾക്കുമ്പോഴും നമുക്ക് സാധാരണ അതന്നെയാണല്ലോ മറ്റേ പാമ്പാട്ടിയും വായിക്കുന്നത്. സെയിം സാധനമാണ് ഞാൻ പറഞ്ഞപ്പോ. രാഗങ്ങൾ നമ്മുടെ മനസ്സിനെ ഡെഫിനറ്റ്ലി എഫക്ട് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയെന്നുള്ളത് മേ ബി അനദർ ഒരു 30 years കുറെ കൂടെ ഡിഫൈൻഡ് ആവണം. അതെ, അത് പറഞ്ഞ മ്യൂസിക് ഒരു നെവർ എൻഡിങ് ആയിട്ടുള്ള ഒരു ജേർണി ആണല്ലോ അല്ലേ. മ്യൂസിക് ആക്ച്വലി ഒരു മാജിക് ആണ്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ
ഒരു മ്യൂസിഷ്യനും ഒരു മാജിക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മുടെ എല്ലാവരുടെയും വോക്കൽ കോഡ് അടയുന്നുണ്ട്, തുറക്കുന്നുണ്ട്. മ്യൂസിഷ്യൻ്റെയും വോക്കൽ കോഡ് മ്യൂസിഷ്യൻ അല്ല, സിംഗർ, വോക്കലിസ്റ്റ്, അവൻ്റെയും വോക്കൽ കോഡ് അടയുന്നുണ്ട്, തുറക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലുള്ള കൺട്രോൾഡ് എക്സലേഷൻ മാത്രമാണ് ഓരോ നോട്ടായിട്ട് വെളിയിൽ വരുന്നത്. അതെങ്ങനെ സാധിക്കുന്നു? എങ്ങനെ കൃത്യമായിട്ട് ആ രീതിയിൽ കൺട്രോൾഡ് എക്സലേഷൻ കൊണ്ടുവരാൻ പറ്റുന്നു? അത് എല്ലാവർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എല്ലാവരും ഇന്ന് സിംഗേഴ്സ് ആയാണ്. വെറും എക്സലേഷൻ കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ കുറച്ചൊക്കെ അവൻ്റെ ടോൺ, അവൻ്റെ ഈ ക്യാവിറ്റിയുടെ ഒക്കെ ഉണ്ട്, എന്നാലും അവനത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ മാജിക്കാണ്. എവറി ആർട്ടിസ്റ്റ് ഒരു മാജിക്കാണ്. ഒരു സാധാരണക്കാരനിൽ നിന്ന് അവനെ വേർതിരിക്കുന്നത് ആ ഒരു ജന്മസിദ്ധമായിട്ടുള്ള കഴിവ് മാത്രമാണ്. അപ്പോൾ അത് പക്ഷെ അതിന് വേണ്ട റെസ്പെക്റ്റോ ഒന്നും ഇന്നും നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വേറൊരു കാര്യം. അല്ല, അതിനെനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ വലിയൊരു ഇൻഫ്ലുവൻസിങ് പാർട്ടാണ്. കാരണം നമുക്കിപ്പം ഒരുപാട് നമ്മുടെ ഐഡന്റിറ്റി തന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടില്ലേ? എനിക്കതിന് വളരെ തിരിച്ചൊരു അഭിപ്രായമുണ്ട്. കാരണം ശരിയാണ്, ഇപ്പൊ കോവിഡ് ടൈമിലൊക്കെ ഒരുപാട് പേര് അങ്ങനെയാണ് സ്റ്റാർസ്. ഇപ്പൊ നമ്മൾ തന്നെ എനിക്ക് ഒരു പരിധി വരെ മീറ്റ് ചെയ്യാനുള്ള കാരണം സോഷ്യൽ മീഡിയ ത്രൂ റീൽസിൽ ത്രൂ കൂടെയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയുടെ കുഴപ്പം എന്താണെന്ന് പറയുക, സോഷ്യൽ മീഡിയ മിസ്യൂസ് ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അവരാണ് മെജോറിറ്റി ആക്ച്വലി. ഇപ്പൊ എൻ്റെ മ്യൂസിക് വീഡിയോ ഫോളോ ചെയ്യുന്ന സിംഗേഴ്സ് അല്ലെങ്കിൽ ഓർക്കസ്ട്രയിൽ വായിക്കുന്ന ഇൻസ്ട്രുമെന്റലിസ്റ്റ്, ഇവരൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും നല്ല രീതിയിൽ മെസ്സേജ് അയക്കുന്നതും അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളത്. പക്ഷേ കൂടുതൽ ആളുകളും എങ്ങനെ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്ത് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാം എന്നുള്ള രീതിയിലാണ്. അവർക്കത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. പക്ഷേ അവരവിടെ ഇരിക്കുന്നതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഡിസ്റ്റർബൻസ് ബാക്കിയുള്ളവർക്ക് പകർത്തുക. പ്രത്യേകിച്ച് ഈ ആർട്ടിസ്റ്റ് അവർ മെന്റലി വളരെ വണ്ണറബിളായിരിക്കും കാര്യങ്ങളിൽ. അവർ വളരെ സാധുക്കളായിരിക്കും, സത്യം പറയാലോ. ഇപ്പം പ്രത്യേകിച്ച് സ്ത്രീകൾ, ഞാനൊരു വീഡിയോ ഇടുമ്പോൾ ഒരു മ്യൂസിക് വീഡിയോ ആണെന്ന് ആലോചിക്കണം, ഒരു ഡീകോഡിങ് വീഡിയോ ആണെന്ന് ആലോചിക്കണം. അതുകൊണ്ട് സാധാരണക്കാരന് എന്ത് പ്രശ്നമാണ് വരാനുള്ളത്? ഒന്നുമില്ല. അതിന് താഴെ കണ്ടാൽ അറയ്ക്കുന്ന മെസ്സേജസാണ് വരുന്നത്. എന്തിനാണത്? നമ്മളെ മാനസികമായിട്ട് തളർത്താൻ. എല്ലാവരും പറയും മൈൻഡ് ചെയ്യണ്ട, വിട്ടേക്ക്. ഇത് കണ്ടാൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് മൈൻഡ് ചെയ്യാതിരിക്കുന്നത്? നമ്മൾ ചിലപ്പോൾ ശരി ബ്ലോക്ക് ചെയ്തേക്കാം, അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്തേക്കാം. നമ്മുടെ മനസ്സിൽ നിന്ന് അത് ഹൈഡ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവ് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് പിന്തിരിയണം. സ്ത്രീകൾ മുന്നോട്ട് വരരുത്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് മുന്നോട്ട് വരരുത്. വന്നാൽ ഞങ്ങൾ സഹിക്കില്ല, ഞങ്ങളുടെ പേട്രിയാർക്കി മൈൻഡിന് അത് താങ്ങാനാവില്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. ഇപ്പോൾ കണ്ടീഷൻ ചെയ്യാൻ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 100 കമന്റ്സ് നമ്മൾ പ്രതികരിക്കാതെ 101ാമത്തെ കമന്റിൽ പ്രതികരിക്കുമ്പോഴേക്കും സ്ത്രീകൾ പ്രതികരിച്ചൂടാ, സിംഗേഴ്സ് പ്രതികരിച്ചൂടാ, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല. മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ മൈൻഡ് ചെയ്യുമ്പോൾ അവർ കൂടുതൽ ആളിക്കത്തുന്നു, അവരുടെ ഉദ്ദേശം നടന്നു. എന്തുദ്ദേശം? അവരുടെ ഉദ്ദേശം ഇതല്ല. ഞാൻ ആക്ച്വലി പ്രതികരിക്കുന്നത് മറ്റു മനുഷ്യരോട് പ്രതികരിക്കാൻ പറയുന്നതാണ്. കാരണം എൻ്റെ സ്റ്റുഡൻസ് ഇഷ്ടംപോലെ പേരുണ്ട്, അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ്. ഞാൻ നേരിട്ട് കാണും 10ഉം 15ഉം വയസ്സുള്ള കുട്ടികൾ അവരൊരു വീഡിയോ ഇടുമ്പോൾ താഴെ അവരുടെ അച്ഛനമ്മമാർക്ക് പോലും വായിക്കാൻ പറ്റാത്ത രീതിയിലാണ് കമൻസ് ഇടുന്നത്. 10ഉം 15ഉം വയസ്സുള്ള കുട്ടികളുടെ അടുത്ത് എങ്ങനെയാണ് ഇത്തരം സെക്ഷൽ അറ്റാക്ക് ഉണ്ടാവുന്നത്? ശരിയാണ്, ചിലപ്പോൾ അവർക്ക് ബോഡി ഗ്രോത്ത് ഉണ്ടായിരിക്കാം. ഒരു 12 വയസ്സുള്ള കുട്ടിക്ക് നല്ല ബോഡി ഗ്രോത്ത് ഉണ്ടായിരിക്കാം. അത് ആ കുട്ടിയുടെ കുഴപ്പമേ അല്ല. അവളുടെ മുഖമൊക്കെ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഇത്ര രീതിയിൽ മോശമായിട്ട് അറ്റാക്ക് ചെയ്യാൻ എങ്ങനെ അവർക്ക് പറ്റും? അത് ഒറ്റപ്പെട്ട സംഭവമല്ല, എല്ലാവരുടെയും. ഒരു വീട്ടമ്മ എൻ്റെ സ്റ്റുഡൻ്റാണ്, അവരെൻ്റെ അടുത്ത് വന്നിരുന്ന് കരഞ്ഞു. ഒരു ഓൺലൈൻ കരഞ്ഞു. എനിക്ക് എൻ്റെ പാട്ട് ഷോക്കേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ ഹസ്ബൻഡ് പറയുന്നു നീ ഇതിട്ട് കഴിഞ്ഞാൽ വളരെ മോശം കമൻസ് വരും, നമ്മുടെ അച്ഛനമ്മയ്ക്കൊക്കെ വയസ്സായതല്ലേ, അവർക്കിതൊക്കെ കാണുമ്പോൾ വിഷമമാവില്ല. വേണ്ട, നമ്മൾ പാടുന്നുണ്ടല്ലോ, അത് മതി. എത്ര ആളുകളാണ് ഈ കമൻസ് കാരണം പിന്നിലേക്ക് വലിയുന്നത്? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം എൻ്റെ വീഡിയോ കാരണം യാതൊരു ബുദ്ധിമുട്ടും ആർക്കും ഇല്ല. പക്ഷേ ഇത്തരം കമൻസ് കാണുമ്പോൾ ഞാൻ ഒരെണ്ണം സ്റ്റോറി ഇടുമ്പോഴേക്കും എല്ലാവരും അതിനെന്തുകൊണ്ട് പ്രതികരിക്കുന്നു? എന്തിന് എന്നെ കണ്ടീഷൻ ചെയ്യാൻ നോക്കുന്നു? സ്ത്രീകളായാൽ സാരി ഉടുക്കണം, പാട്ടുകാരായ സാരിയും ബ്ലൗസ് ഇട്ട് പാടിയാലേ, പൊട്ടിട്ട് പാടിയാലേ, അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ട് പാടിയാലേ ജനങ്ങൾക്കത് നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ. ജനങ്ങൾ എൻ്റെ പാട്ട് കേൾക്കട്ടെ. മാത്രമല്ല വെറും കോട്ടൺ ഡ്രസ്സ് ഇട്ടിട്ടാണ്, കോട്ടൻ്റെ വെറും ബ്രാൻഡ് ഡ്രസ്സുകൾ ഇട്ടിട്ടാണ് ഞാൻ പാടുന്നത്. എന്താണ് അതിൽ വൾഗാരിറ്റി? എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, എന്താണ് ഇവർ എന്നെ
പഠിപ്പിക്കാൻ നോക്കുന്ന സംസ്കാരം ഉണ്ടല്ലോ, എന്താണ് ആ സംസ്കാരം? എനിക്കിന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ് വാട്ട് ഇസ് കൾച്ചർ. സി, എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാനോ പറ്റാത്ത രീതിയിൽ എന്നെ കണ്ടീഷൻ ചെയ്യുന്നതാണോ കൾച്ചർ? അവരെത്രയോ സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നു, അവർക്ക് ഇഷ്ടമില്ലാത്ത സാധനം കാണുമ്പോൾ അത് സ്ക്രോൾ ചെയ്ത് പോകാനുള്ളൊരു ഓപ്ഷൻ അവർക്കുണ്ട്. അതാണ് കൾച്ചർ. അല്ലാതെ അവരെ ചട്ടം പഠിപ്പിക്കുന്നതല്ല കൾച്ചർ. ഒരു പരിചയമില്ലാത്ത ഒരാളെ ഡീമോറലൈസ് ചെയ്യുന്ന രീതിയിൽ കമന്റ്സ് ഇടുന്നതല്ല കൾച്ചർ. അപ്പൊ ഈ ആരാണ് ആരെ കൾച്ചർ പഠിപ്പിക്കുന്നത്? അവരവരുടെ വീട്ടിലുള്ള ആളുകളെ പറയുന്നു, എൻ്റെ വീട്ടിലുള്ള അമ്മേനെയും അച്ഛനെയും എൻ്റെ കുട്ടികളെയും തെറി പറയുന്നു. എന്ത് രീതിയിലുള്ള കൾച്ചറാണ് അവർ ഉദ്ദേശിക്കുന്നത്? സോ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് രീതിയിലുണ്ട്. ഇപ്പം ഞാൻ ഒരു ബീച്ച് വെക്കേഷന് പോയാൽ ഞാൻ ചിലപ്പോൾ ബിക്കിനി ആയിരിക്കും ഇടുന്നത്. അവിടെ ഞാനൊരു സിംഗറാണെന്ന് പറഞ്ഞിട്ട് സാരി കൊടുത്ത് ഞാൻ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൊങ്ങൂല. അത് എന്ത് ചെയ്യാൻ പറ്റും? അത് കൾച്ചറല്ല. ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഡ്രസ്സ് ചെയ്യുന്നതാണ് കൾച്ചർ. ഇപ്പം ഞാൻ ഇവിടെ ആ ബിക്കിനി ഇട്ട് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പം അതെന്റെ വിവരമില്ലായ്മയായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ലാതെ അതും ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ പറഞ്ഞാൽ അത് പക്ഷേ സിറ്റുവേഷന് ചേരുന്നില്ല എന്നെങ്കിലും പറയാം. പക്ഷെ ഞാൻ വളരെ മാന്യമായിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോന് താഴെ ഇത്രയും കമന്റ്സ് ഇടുന്നുണ്ടെങ്കിൽ അത് കൾച്ചറല്ല, അത് കണ്ടീഷനിങ്ങും അല്ല, അത് നല്ല അടിയിട്ടാ തന്നെ അത് എവിടെ നിന്നെങ്കിലും കിട്ടട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളത് നമ്മുടെ പ്രൊഫൈൽ അടച്ച് പൂട്ടി പോണം എന്നാണ് ഉദ്ദേശിക്കുന്നതാണ്. ഇത് ടാർഗറ്റഡ് അറ്റാക്ക് ആണ്. എനിക്ക് വരുന്നത് ടാർഗറ്റഡ് അറ്റാക്ക് ആണെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം സിമിലർ മെസ്സേജുകൾ പല പല ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് എനിക്ക് വരുന്നുണ്ട്. ജെനുവിൻ അക്കൗണ്ടിൽ നിന്ന് വളരെ ചെറിയ രീതിയിലെ പ്രതികരണം കിട്ടിയിട്ടുള്ളൂ. അവർക്ക് നമ്മൾ തിരിച്ചെന്തെങ്കിലും കമന്റ് കൊടുത്താൽ അവർ സൈഡിൽ ഓടും. കാരണം അവരുടെ ആ പ്രൊഫൈലിൽ തന്നെ അവരുടെ മക്കളുടെയും അമ്മമാരുടെയും ഒക്കെ ഫോട്ടോസ് ഉണ്ടാവും. പക്ഷെ കൂടുതലും ഫേക്ക് അക്കൗണ്ട്സ് എന്നാണ് വരുന്നത്. ഫേക്ക് അക്കൗണ്ട്സ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ ഇതുപോലെ മറ്റുള്ളവരെ ചൊറിയാനാണ്. ഓക്കെ, അവർക്ക് ഇഷ്ടപ്പെടാത്ത പല സാധനങ്ങളും പലരും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് കോമാളിത്തരങ്ങൾ ഫേസ്ബുക്കിലുണ്ട്. അതുപോലും സ്ക്രോൾ ചെയ്ത് പോകേണ്ട കാര്യമുള്ളൂ. അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിരുന്നെങ്കിൽ ഇന്ന് ആ കോമാളിത്തരം കാണിക്കുന്ന ആരും ഈ താരപദവിയിലേക്ക് ഉയർന്നു വരില്ല. ഇവരെ താരങ്ങളാക്കുന്നത് ഇവരാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്ത് താരങ്ങളാവാൻ ശ്രമിക്കുന്നവരുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ജസ്റ്റ് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എന്നെയും അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടാർഗറ്റഡ് അറ്റാക്ക് തന്നെയാണ്. ബട്ട് ഐ എം ഓക്കെ. ഇതിലും വലുത്, അതായത് ഫിസിക്കലി ഇമോഷണലി എല്ലാം വളരെയധികം സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ മെസ്സേജ് അയച്ചാൽ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമ്മുടെ മൂഡിനനുസരിച്ച് വല്ലാണ്ട് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇത് എന്റെ മ്യൂസിക്കിനെ അഫക്ട് ചെയ്യില്ല. നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇന്ന് ഞാൻ ഇവിടെ വന്ന് എത്ര ഹാപ്പി ആയിട്ടാണ്. അതെ. ഇന്നലെ തന്നെ ബർത്ത്ഡേ റീലിന് പറഞ്ഞിരുന്നു നിങ്ങൾ കേക്ക് മുറിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കണമായിരുന്നു. ഞാനേ ഒരു കേക്ക് കണ്ടിട്ട് ആ സർപ്രൈസിൽ നമ്മൾ മുറിക്കുമ്പോൾ പോലും ഒരു പെൺകുട്ടി അലേർട്ട് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ചേട്ടൻ്റെ പോലുള്ള തലകൾ ഇന്ത്യക്ക് വളരെ അത്യാവശ്യമാണ്. പക്ഷെ അതിന് പോലും ആളുകൾ എന്നെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. അതുപോലും പ്രതികരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. സ്ത്രീകളായ ചെയ്തുകൂടാ, അത് സ്ത്രീയല്ല. എനിക്ക് അങ്ങനത്തെ ഒരു സ്ത്രീ ആവണമെന്ന് വലിയ താല്പര്യമില്ല. ഇന്നും വോക്കൽ വാമപ്പ് എന്ന് പറഞ്ഞ് 90% ആൾക്കാർ ചെയ്യുന്നത് തെറ്റാണ്. ഈ ജിമ്മിന്റെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ജിമ്മിൽ പോകുമ്പം അവിടെ കൂടുതൽ വെയിറ്റ് ട്രെയിനിങ് ആണ് വരുന്നത്. ഈ വെയിറ്റ് ട്രെയിനിങ് തൊണ്ടയ്ക്ക് കേടാണ്.